വിഭജന ഭീതി ദിനാചരണത്തിനിടെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ സംഘർഷം. ABVP പ്രവർത്തകർ പോസ്റ്റർ സ്ഥാപിച്ചതിന് പിന്നാലെയാണ് സംഘർഷം. വിഭജന ഭീതി ദിനാചരണത്തിനെതിരെ SFI MSF പ്രവർത്തകർ പ്രകടനം നടത്തി. തിരുവനന്തപുരം ധനുവച്ചപുരം VTM NSS ക്യാമ്പസിന് പുറത്താണ് ABVP വിഭജന ഭീതി ദിനാചരണം നടത്തിയത്. കോളേജിൽ ABVP യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. സനിസ വിശദാംശങ്ങളുമായി ചേരുന്നു. സനിസ, ഇപ്പോഴും അവിടെ പരിപാടി തുടരുകയാണോ? പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ കാഴ്ചകൾ എന്താണ്? സൈഫുദ്ദീൻ, സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു പോരിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ വിഭജന ദിനാചരണം നടത്തുമെന്ന് ഗവർണറും, എന്നാൽ ഇത് കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തിക്കില്ലെന്ന് ഗവൺമെന്റും ഉറച്ച ഒരു നിലപാടിലായിരുന്നു. എന്നാൽ ഗവർണറുടെ ഈ RSS അജണ്ടകൾ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ വിലപ്പോവില്ല എന്ന് ഉറപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടന്നത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഈ വീതി ദിനാചരണത്തിന്റെ ഭാഗമായി ഈ ABVPക്കാർ പോസ്റ്റർ പതിച്ചതിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ ഈ ഇടത് സംഘടനയായ SFIയും അതുപോലെ തന്നെ MSFും പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഈ പ്രതിഷേധ പ്രകടനത്തിൽ ഉണ്ടായ സംഘർഷം ഒഴിച്ചാൽ കേരളത്തിലെ മറ്റ് ക്യാമ്പസുകളിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഗവർണർ ഉദ്ദേശിച്ച യാതൊരു തരത്തിലുള്ള ഈ ഒരു RSS അജണ്ട കേരളത്തിലെ ക്യാമ്പസുകളിൽ വിലപ്പോവില്ലെന്ന് പറയാൻ പറ്റും. ഈ തിരുവനന്തപുരം ധനവച്ചപുരം VTM ക്യാമ്പസിലാണെങ്കിൽ പോലും ക്യാമ്പസിന് മുന്നിൽ വെച്ചാണ് അവർക്ക് ABVPക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ദിനാചരണം സംഘടിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. അകത്ത് നടത്താൻ അവർക്ക് അനുമതി ഇല്ലായിരുന്നു. എന്നാൽ ഇതിൽ അനുമതി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവർ അത് നിഷേധിക്കുകയായിരുന്നു. അത്തരത്തിൽ അനുമതി ചോദിക്കാത്തത് കൊണ്ടാണ് പൊതുവെ ക്യാമ്പസിന് മുന്നിൽ വെച്ചാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സനിസ ശോഭാചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.